കടൽ കടന്ന് വന്നവനാട്ടോ അങ്ങ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന്. ഉസ്ബെക്ക് റൈസ്. വെൽക്കം ടു നോ ലിമിറ്റ്സ് സിന്ധു. മന്തിയും ബിരിയാണിയൊക്കെ തിന്ന് മടുത്തവർക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ? മട്ടൻ വെച്ച് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ബീഫ് വെച്ചാട്ടോ ഉണ്ടാക്കിയത്. 1/2 കിലോ ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: മല്ലി, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഏലക്കായ, സവോള, ക്യാരറ്റ്, സാലഡ് കുക്കുംബർ, ക്യാപ്സിക്കം, ഡേറ്റ്സ്, ബദാം, പച്ചമുളക്, കിസ്മിസ്, വെള്ളക്കടല കുതിർത്തത് 1 സ്പൂണ്. ഞാൻ ഒരു 2 കപ്പ് അരിയാട്ടോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 hour കുതിരാൻ വെക്കാം. ഇനി നമുക്ക് മല്ലിയും കുരുമുളകും ഏലക്കായും 2 ജീരകവും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ബീഫ് കഷ്ണങ്ങൾ 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിലിനി മസാലകളും അധികമില്ല. ഒരു മൈൽഡ് ഫ്ലേവറാണ് ഇത് കഴിക്കുമ്പോൾ. എന്ത് ടേസ്റ്റാണെന്നറിയാം. ഒരുപാട് സാധനങ്ങൾ വേണമെന്നൊന്നും വിചാരിക്കണ്ട. എല്ലാം നമ്മൾ ഫ്രിഡ്ജിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. ഈ വെജിറ്റബിൾസ്, ബദാം, ഡേറ്റ്സ്, കിസ്മിസ്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി 2 സൈഡും മുരിയിച്ച ബീഫിലേക്ക് 2 സവോള, പൊടിച്ചു വെച്ച പൊടി, ഉപ്പ്, മുങ്ങാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുക്കറിൽ ഒരു 10 വിസിൽ വരുത്തണേ. ബീഫ് നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു ഹാഫ് കപ്പ് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള നിലയിലാട്ടോ ചൂടാവാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അര ഗ്ലാസ് വെള്ളം കുറച്ചേക്ക്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ, അതിന് ശേഷം പച്ചമുളക്, ബദാം, കടല, കിസ്മിസ്, ഇതൊക്കെ ഇട്ട് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ അത് ഇതിലോട്ട് ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരൊറ്റ വിസിൽ മാത്രം വരുത്തിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ പച്ചക്കറികളുടെയും കടലേൻ്റെയും ഒന്നും ഡേറ്റ്സിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ നമുക്കിഷ്ടമുള്ള പോലെ എടുക്കാം, എന്നിട്ടിടാം. ഒരുപാട് പച്ചക്കറികൾ വേണ്ടുന്നവർക്ക് ഒരുപാട് ഇടാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച്, അങ്ങനെ. ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയെടുത്ത് ആവിയൊക്കെ നന്നായി പോയിട്ട് തുറക്കാം കേട്ടോ. ഇതൊന്ന് തുറന്നൊന്ന് കഴിക്കണം മോനെ. ചുറ്റുമുള്ളതെല്ലാം മറന്നു. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ്. ഒന്നും വേണ്ട ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ, വെറുതെ ഇങ്ങനെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.